ഹലോ, ഇന്ന് നമ്മുടെ കിച്ചണിൽ കുറച്ച് ലെഫ്റ്റ് ഓവറായിട്ട് വരുന്ന ഐറ്റംസ് നമുക്കൊന്ന് കുറച്ച് ക്രിയേറ്റീവ് വേയിൽ എങ്ങനെ പുതിയൊരു ഡിഷായി മാറ്റാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ബാക്കി വന്ന കുറച്ച് മസാല ദോശയുടെ ഫില്ലിംഗ് ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ വേറെ ഒരു ഐറ്റം ആക്കി നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഈ മസാല ദോശയുടെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോയി നോക്കിയാൽ അറിയും. അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പം ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചില്ലി പൗഡർ, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം നമ്മൾ മസാല ദോശ ആക്കുമ്പോൾ നമ്മളിതിൽ സോംഫാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെരിഞ്ജീരകമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല, സാധാരണ ജീരകമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുക തണുക്കാൻ വേണ്ടി. ഇനി ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ച മാവും കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ കുറേ മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ജീരകം ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ച് ചപ്പാത്തിക്കില്ല ഫ്ലേവറൊക്കെ കിട്ടുക. അത് കഴിഞ്ഞ് 4 വക്കും ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാവിൽ മുക്കിയിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അധികം പ്രഷർ അപ്ലൈ ചെയ്യാണ്ട് പരത്തി കൊടുക്കുക. അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി റെഡിയാണ്. ഇത് മസാല ദോശേൻ്റെ ഫില്ലിങ്ങുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റം ഉണ്ടാക്കുകയും ചെയ്യാം. ലെഫ്റ്റ് ഓവർ സാധനങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ട്രിക്സും ഇതുപോലത്തെ ഹാക്സൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓൺലി തിങ് ഒരു ഡേയിൽ കൂടുതൽ പഴയ സാധനം എടുക്കാൻ നോക്കരുത്. അന്ന് തന്നെ ഇപ്പോൾ മോർണിംഗ് ആക്കിയാണെങ്കിൽ ഈവനിങ് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ വേറൊരു ഡിഷാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ പല റെസിപ്പീസും ഉണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. താങ്ക് യു. ബൈ.